മാത്രം കണ്ട അടിപൊളിയല്ലേ? വരുന്നില്ല, വേഗം ഒരു കുഞ്ഞ വീഡിയോ ഉണ്ട്, പെട്ടെന്ന് കൊണ്ടുവരാം വന്നേ. ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ ഞാൻ അറിയാം. ആ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓണാക്കി വെച്ചേക്കാം കേട്ടോ. പറയാം, ഒറ്റ മഴ പെയ്തല്ലോ കേട്ടോ. നമ്മുടെ മീനച്ചിലാറ് നമ്മുടെ മുറ്റത്തോട്ട് നോക്കി വെള്ളമൊക്കെ കയറി. ഒറ്റ ദിവസത്തെ ഒരു മഴയാണ് കേട്ടോ. എന്നാ വരവ് വന്ന് നോക്കി, ഇരുണ്ടും കലങ്ങി മറിഞ്ഞ് ഒരു രക്ഷയില്ല. നമുക്ക് നമ്മുടെ സാധനം പോയി എടുക്കാം. ഒരു ട്രാപ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയാണ്, അപ്പോൾ കലക്കവെള്ളം വന്നിട്ടുണ്ട്. നമ്മുടെ കുടയാണ്, ഒന്ന് പൊക്കി നോക്കാം വല്ലതും ഉണ്ടോ. മഞ്ഞക്കൂരി, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മഞ്ഞക്കൂരി ആർക്കാലും കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര മഞ്ഞക്കൂരി കിട്ടും. ഇത് മഞ്ഞക്കൂരി മാത്രമല്ല കേട്ടോ, ഇതുണ്ടോ? ഒരു രക്ഷയില്ല, ഉള്ള കൂരി മാത്രം കണ്ട നോക്കുക. ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ മഞ്ഞക്കൂരി. ഇതുപോലെ കുടയ്ക്കകത്ത് നിങ്ങൾക്ക് മഞ്ഞക്കൂരി ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കണം കേട്ടോ. സിമ്പിൾ പരിപാടി. ഇന്ന് രാത്രി ഞാൻ അയച്ചേക്കാം. ഇതിന്റെ കൊമ്പ് ഈ ചെറിയ കണ്ണിവല ആയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അത് ചന്നം പിന്നെ കയറി ഉടക്കും കേട്ടോ. ഇത് അതാണ് ഒരു പ്രശ്നം. ഇത് കണ്ടോ, കയറി ഉടക്കിയിരിക്കുന്നുണ്ടോ? അത് കയറിപ്പോവുകയും ചെയ്യും. ഇതിൻ്റെ അകത്തൊരു വിളിക്കപ്പെടാത്തൊരു അതിഥി ഉണ്ട് കേട്ടോ, അവനെ എടുത്ത് കാണിച്ചു തരാം. എന്ത് ചെയ്യാൻ ഗൈസ്, ഇതാ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇങ്ങോട്ട് കാണിച്ചോ. പിടിച്ചത് വലിയ കൂരി ഓത്തുനിന്ന് വിട്ടുപോയ കറക്റ്റ് കുത്തും കിട്ടും. മുത്തോടക്കി നോക്കൂ മച്ചാമാരെ, കുഞ്ഞൊരു കൊഞ്ചി കണ്ടോ, അടിപൊളിയല്ലേ? അതുകൊണ്ട് ഒരു കേടുപാടും ഇല്ല കേട്ടോ. ഇതുണ്ടോ, ഇറുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കണ്ടോ, അക്വേറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വളർത്താൻ പറ്റിയ സൈസ്. കണ്ടോ, നോക്കൂ, ഊരി എടുക്കാനാ പാടല്ലേ? അടിപൊളിയില്ലേ? നല്ല രസമില്ലേ? കുറേ നാളായിട്ടുള്ള നമ്മുടെ മീനച്ചിലാറ്റി ഒന്നും ഇല്ലായിരുന്നു. 2 വർഷത്തോളമായിട്ട് നമ്മളിവനെ ആറ്റി കണ്ടിട്ടില്ല. ഈ കൊല്ലമാണ് കേട്ടോ, 2-3ാമത്തെ കൊല്ലമാണ് കൊഞ്ചിനെ കാണുന്നത്. ഞാനിത് കണ്ടോ, ചെറിയ കൊഞ്ചാണ്, സുന്ദരം കൊഞ്ച് അല്ലേ? ചാമര ഇത് കണ്ടോ, ഇത് ചെറിയ കൊഞ്ചാട്ടോ. കൊഞ്ച് എന്തുമാത്രം വലുപ്പം വെക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇവനെ നമ്മൾ തിരിച്ചു വിടാൻ പോകുന്നു കേട്ടോ. നമ്മുടെ ആറ്റോട്ട് തന്നെ വിടട്ടെ, ഇപ്പം പോയി വലുതാവട്ടെ. വലുതായിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ പിടിക്കാമല്ലോ. മീശയൊക്കെ ഉണ്ടോ, നല്ല സുന്ദര മീശയല്ലേ അത് ഉണ്ടോ? കാലൊക്കെ ഉണ്ടോ? നല്ല സുന്ദര നല്ല വലിപ്പമുള്ള നല്ല കിടിലം കൊഞ്ചാവേണ്ട സാധനമാണ്. നമ്മളിവനെ റിലീസ് ചെയ്യാൻ പോകും കേട്ടോ. പോട്ടെ. പോട്ടെ. സോ ഗൈസ്, ഇത്രയും കൂരിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഞാനാണ് കാണിച്ചു തരാം. കേട്ടോ, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ. കുടയ്ക്കകത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിൻ്റെ അത് ഇത് വലിയ കൂരിയാണ്. 2 എണ്ണം കേട്ടോ. ഇത് 2 നല്ല ഉഴുത്ത കൂരിയാണ് കേട്ടോ. നല്ല കിടില മഞ്ഞക്കൂരി. ചെയ്യാം കേട്ടോ, നല്ല മഞ്ഞ കളറല്ലേ കേട്ടോ, കറുത്ത ഉള്ളി. ഇവൻ്റെ കുത്ത് കിട്ടാൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും. 3 5 6 ഇത്ര നമുക്ക് എടുക്കാനുള്ള കൂലിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെറുതാണ്, നമുക്ക് അമ്മാരെ വിട്ടാക്കാൻ തിരിച്ച്. അപ്പോൾ അതെ, ഇതുപോലത്തെ ഫിഷിംഗ് വീഡിയോസൊക്കെ കാണണമെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട.
നമ്മുടെ മീനച്ചിലാറ്റിലോട്ട് നോക്കി കേട്ടോ. കഴിഞ്ഞ ദിവസം വരെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ടോ, വറ്റി വരണ്ട് കിടന്ന ഈ 2 ദിവസത്തെ മഴ, 2 ദിവസമല്ല ഇന്നലത്തെ മഴ, ഒറ്റ മഴയ്ക്ക് വെള്ളത്തിൻ്റെ ഒരു പരുവമുണ്ട്. നമ്മൾ മുറ്റത്തും കയറി ആറ്റിലും കയറി കലങ്ങി മറിഞ്ഞ് കേട്ടോ, ഒരു രക്ഷയില്ല. അമ്മാതിരി മഴയെന്ന് വെച്ചാൽ തീപ്പൊരി മഴയായിരുന്നു, വരയ്ക്കാതെ വെളിയോട്ട് ഇറങ്ങാൻ പറ്റില്ല, അതുപോലെ നിർത്താതുള്ള മഴ. നമുക്ക് മാരെ തിരിച്ച് വിട്ടാക്കാം കേട്ടോ. മാര് പോയി വലുതാട്ടെ, പിന്നെ പോന്ന് കിട്ടുമല്ലേ. മാരെല്ലാം പോയി വലുതായിട്ട് വരട്ടെ അല്ലേ. ഇതുണ്ടോ, ഇതെല്ലാം ചെറിയ വയമ്പാണ് കേട്ടോ. ഇതുണ്ട്, ഇത്രേ ഉള്ളൂ. അമ്മാരൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മാരെല്ലാം തിരിച്ച് തന്നെ. ഇതോടെ ഇത് നമ്മുടെ നാട്ടിൽ നന്ദൻ അല്ലെ അറിഞ്ഞിൽ എന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ വാ എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഭയങ്കര മീനേക്കാളും വലിയ വായാണിത്. ഇതുണ്ടോ കേട്ടോ, വറുത്തടിച്ച് കഴിഞ്ഞാണല്ലോ കിട്ടില്ല ടേസ്റ്റാണ്. കറി വെക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര മുള്ള കേട്ടോ. നന്ദൻ അല്ലെ അറിഞ്ഞിൽ, നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പേരെന്ന് പറ്റുവാണെന്ന് കമൻറ്റ് ചെയ്യും. ഉണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെ കൊഴുവ അല്ലെ വിറപ്പൻ എന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ. വയമ്പ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ വയമ്പല്ല. വിറപ്പൻ അല്ലെങ്കിൽ കൊഴുവ എന്ന് പറയും. ഷാപ്പുകളിൽ കിട്ടുന്ന അതെ, ഷാപ്പിലെ പൊടിമീൻ പറിക്കാതെ മെയിൻ സാധനമാണ് കേട്ടോ കൊഴുവ.